എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. സോ അപ്പോൾ നമ്മുടെ +2 മാത്തമാറ്റിക്സിൻ്റെ ചാപ്റ്റർ വൈസ് വെയിറ്റേജ് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഈ മോഡൽ എക്സാം പ്രകാരം പബ്ലിക് എക്സാമിനും നമുക്ക് ഓരോ ചാപ്റ്ററിനും ഏകദേശം എത്ര മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം, മുൻപുള്ള വർഷങ്ങളിൽ നിന്നുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണ്, അത് നമ്മൾ കറക്റ്റായിട്ട് അറിഞ്ഞിരിക്കണം. ഏറ്റവും കൂടുതൽ വെയിറ്റേജ് ഉള്ള ചാപ്റ്ററുകൾ ഏതൊക്കെയാണ്, ഏറ്റവും കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ട ചാപ്റ്ററുകൾ ഏതൊക്കെയാണ് നോക്കാം. ആദ്യത്തെ ചാപ്റ്റർ റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്, 7 മാർക്കിൻ്റെ ചോദ്യമാണ്. അവിടെ റിലേഷനിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും, ഫംഗ്ഷനിൽ നിന്ന് ഒരു ചോദ്യം ഉണ്ടാവും. റിലേഷനിൽ നിന്നുള്ള ചോദ്യം റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവുമായി ബന്ധപ്പെട്ട ചോദ്യമായിരിക്കും. അത് 3 മാർക്കിനാണ് സാധാരണ ചോദിക്കാറുള്ളത്. ഒരു റിലേഷൻ തന്നിട്ട് റിഫ്ലക്സീവ്, സിമെട്രിക്, ട്രാൻസിറ്റീവ് ആണ് എന്ന് തെളിയിക്കുക, അല്ലെങ്കിൽ അതൊരു ഇക്വലൻസ് റിലേഷൻ ആണെന്ന് തെളിയിക്കുക എന്ന് പറയുന്ന ചോദ്യം നമുക്ക് അവിടെ നിന്ന് പ്രതീക്ഷിക്കാം. പിന്നെ ഒരു ഫംഗ്ഷൻ തന്നിട്ട് അവിടെ എത്ര റിലേഷൻസ് പോസിബിൾ ആണ് എന്ന രീതിയിൽ ഒരു 1 മാർക്ക് ക്വസ്റ്റ്യൻ പ്രതീക്ഷിക്കാം. പിന്നെ ടൈപ്സ് ഓഫ് ഫംഗ്ഷൻസിൽ നിന്നാണ് ബാക്കി 4 മാർക്കുകൾ കിടക്കുന്നത്. അത് 1-1 ഫംഗ്ഷനുമായിട്ട് ബന്ധപ്പെട്ട ചോദ്യമായിരിക്കാം, ഓൺ ടു ഫംഗ്ഷൻ അഥവാ ബൈജക്റ്റീവ് ആണെന്ന് തെളിയിക്കാൻ പറയുന്ന ചോദ്യമായിരിക്കാം. 3 മാർക്ക് 1-1 ഓൺ ടു ആണെന്ന് കാണിച്ചുകൊണ്ട് ബൈജക്റ്റീവ് ആണെന്ന് പറയാനുള്ള ചോദ്യമായിരിക്കാം. അപ്പോഴും 1 മാർക്ക് ബാക്കി നിൽക്കുന്നു. അതൊരു പക്ഷേ ഫംഗ്ഷന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരിക്കാം. നമ്മുടെ മോഡൽ എക്സാം പ്രകാരം ഇൻവെർട്ടിബിലിറ്റി അഥവാ ഇൻവേഴ്സ് മസ്റ്റായിട്ട് നോക്കേണ്ട ഒന്നായി മാറിക്കഴിഞ്ഞു. ഓക്കെ, അതാണ് നമ്മുടെ 7 മാർക്ക് റിലേഷൻസ് ആൻഡ് ഫംഗ്ഷൻസിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അടുത്തത് ഇൻവേഴ്സ് ട്രിഗണോമെട്രി, 3 മാർക്ക് ചോദ്യമാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രിയിലുള്ളത്. അത് 100% മുൻകൂട്ടി പറയാവുന്ന ചോദ്യങ്ങൾ തന്നെയാണ്. ഒന്നില്ലെങ്കിൽ സൈൻ ഇൻവേഴ്സ് സൈൻ എക്സ് ഇസ് ഈക്വൽ ടു എക്സ് എന്നെഴുതണമെങ്കിൽ ആ എക്സ് സൈൻ ഇൻവേഴ്സിന്റെ റേഞ്ചിനുള്ളിലായിരിക്കണം. റേഞ്ചിന് പുറത്തുള്ള ഒരു വാല്യൂ തന്നിട്ട് റേഞ്ചിനകത്തേക്ക് മാറ്റി എക്സിന്റെ വില കണ്ടുപിടിക്കാനുള്ള ചോദ്യം മസ്റ്റായിട്ട് 2 മാർക്ക്. ആ 3 മാർക്കിലെ 2 മാർക്ക് അവിടെ സെക്യൂർഡ് ആവുകയാണ് ചെയ്യുന്നത്. ഉറപ്പായിട്ടും ബാക്കി നിൽക്കുന്ന 1 മാർക്ക് ഒരു പ്രിൻസിപ്പൽ വാല്യൂ ആയിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷന്റെ റേഞ്ച് ചോദിക്കുമായിരിക്കാം. അത് വാട്ട് എവർ ഇറ്റ് ഈസ് ചോദിക്കുന്ന അനുസരിച്ച് ഉത്തരം എഴുതുക. പ്രിൻസിപ്പൽ വാല്യൂ ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. അതിൽ തന്നെ ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷനകത്ത് നെഗറ്റീവ് വരുന്ന രീതിയിൽ ചോദിക്കാറുണ്ട് ചോദ്യങ്ങൾ. അത് കറക്റ്റായി മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഉറപ്പായും 3 മാർക്കിൽ 3 മാർക്കും ഈസി ആയിട്ട് ഒരു 15 മിനിറ്റ് സ്പെൻഡ് ചെയ്ത് പഠിച്ച സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ് ഇൻവേഴ്സ് ട്രിഗണോമെട്രി ഫംഗ്ഷൻസ്. ആൻഡ് ദെൻ കമ്മിങ് ടു മെട്രിസസ്. മെട്രിസസ് 7 മാർക്ക്. അവിടെയും ഈ പറഞ്ഞ പോലെ ഒരു ചോദ്യം നമുക്ക് 100% പ്രതീക്ഷിക്കാവുന്നത്. 7 മാർക്കിലെ ഒരു 3 മാർക്ക് അല്ലെങ്കിൽ 4 മാർക്ക് പ്രതീക്ഷിക്കാവുന്നത്. ഒരു ചോദ്യം എക്സ്പ്രസ് ദ ഗിവൺ മെട്രിക്സ് ആസ് ദി സം ഓഫ് എ സിമെട്രിക് ആൻഡ് സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് എന്നതാണ്. ആ ഒരു എസ് എ ടൈപ്പ് മെട്രിക്സിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുള്ള ഏറ്റവും പ്രാധാന്യാർഹിതമായ ചോദ്യം എന്നത് വിശേഷിപ്പിക്കാം. ഒരു മെട്രിക്സ് തന്നിട്ട് ഒരു സിമെട്രിക് മെട്രിക്സിന്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിന്റെയും സം ആയിട്ട് റെപ്രസെന്റ് ചെയ്യാൻ പറയുന്ന ചോദ്യം. അത് വളരെ ലളിതമായി ചുരുങ്ങിയ സ്റ്റെപ്പുകളിൽ ചെയ്യാവുന്നതേ ഉള്ളൂ. 2/2 ചോദിക്കാറുണ്ട്, 3/3 ചോദിക്കാറുണ്ട്. 3/3 ആണെങ്കിൽ 4 മാർക്ക് 5 മാർക്ക് വരെ പോവാം. 2/2 ആണെങ്കിൽ 3 മാർക്ക്. ഓക്കെ, പിന്നെ അവിടെ സാധ്യതയുള്ള ചോദ്യം ഒരു മെട്രിക്സ് തന്നിട്ട് A² കണ്ടുപിടിക്കുക, A² - 7a + 5y = 0 ആണെന്ന് തെളിയിച്ച് കാണിക്കുക, ആ തെളിയിച്ച ഇക്വേഷനിൽ നിന്ന് A ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ആ ടൈപ്പ് ചോദ്യം 1 ഓഫ് ദ മോസ്റ്റ് റിപ്പീറ്റഡ് ആൻഡ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്. പിന്നെ മെട്രിക്സിന്റെ കൺസ്ട്രക്ഷനുമായി ബന്ധപ്പെട്ട് ഉറപ്പായിട്ടും ആദ്യമത്തെ ഒരു ചോദ്യം മേ ബി അതായിരിക്കാം. ഒരു Aij = i + 2j. അങ്ങനെയാണെങ്കിൽ കൺസ്ട്രക്ട് എ 3/3 മെട്രിക്സ് യൂസിങ് ദ എബോവ് ഇക്വേഷൻ. എലമെന്റ്സിനെ കാണിക്കുന്ന ഇക്വേഷൻ ഉപയോഗിച്ചുകൊണ്ട് മെട്രിക്സ് കൺസ്ട്രക്ട് ചെയ്യുന്ന ചോദ്യം. എന്നിട്ട് ആ കൺസ്ട്രക്ട് ചെയ്ത മെട്രിക്സ് സ്ക്വയർ ചെയ്യാനൊക്കെ പറയാം. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ ഒരു കാറ്റഗറി ഓഫ് ക്വസ്റ്റ്യൻസ് നല്ല രീതിയിൽ നോക്കിയിട്ട് പോവാം. 7 മാർക്ക് ഈസിയായി സ്കോർ ചെയ്യാവുന്ന ചാപ്റ്ററാണ് മെട്രിസസ്. ആൻഡ് ദെൻ കമ്മിങ് ടു ഡിറ്റർമിനൻസ്. ഡിറ്റർമിനൻസ് സാധാരണ 9 മാർക്കിന് കഴിഞ്ഞ വർഷങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരുന്നതാണ്. പക്ഷേ ഇപ്പോൾ അതിന്റെ വെയിറ്റേജ് പൊതുവെ കുറഞ്ഞു ഡിറ്റർമിനൻസിൽ നിന്നും. കാരണം ഡിറ്റർമിനൻസ് അത്യാവശ്യം നല്ല രീതിയിൽ നോക്കേണ്ട ചാപ്റ്ററാണ്. മേ ബി ഒരു +or-3 ചാൻസ് ഉണ്ട്. അതായത് മേ ബി ഒരു 9 മാർക്ക് വരെ പോയ ചരിത്രം ഡിറ്റർമിനന്റ് ഉണ്ട്. അപ്പൊ അതുകൊണ്ട് നമുക്ക് ഡിറ്റർമിനൻസ് 6 മാർക്കിന് മാത്രമേ ചോദിക്കൂ എന്ന് ഉറപ്പിച്ചു പറയാൻ സാധിക്കില്ല. വേറെ എവിടെയെങ്കിലും കുറച്ചുകൊണ്ട് ഡിറ്റർമിനൻസിന് ഒരു ചോദ്യം കൂടെ വേണമെങ്കിൽ കൂടുതൽ ചോദിക്കാനുള്ള ചാൻസ് നമ്മൾ തള്ളിക്കളയരുത്. കാരണം അത്രത്തോളം ടോപ്പിക്കുകളുണ്ട്. ഉറപ്പായിട്ടും 1 മാർക്കിന്റെ അല്ലെങ്കിൽ 2 മാർക്കിന്റെ ഒരു ഡിറ്റർമിന്റ് ഇവാലുവേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. നമ്മൾ പ്രാക്ടീസ് ക്വസ്റ്റ്യൻ ധാരാളം ഡിറ്റർമിന്റ് ഇവാലുവേഷൻ ചെയ്തിട്ടുണ്ട്. അതിലേതെങ്കിലും ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാം. പ്രത്യേകിച്ച് 3/3 ഒക്കെ ഡിറ്റർമിന്റ് ഇവാലുവേഷൻ ഒരെണ്ണം നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാൻ 2 മാർക്കിനോ 3 മാർക്കിനോ നമുക്ക് ചോദ്യം പ്രതീക്ഷിക്കാം. അതിന് ഡയറക്റ്റ് ഡിറ്റർമിന്റ് ഉപയോഗിച്ചുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ ചെയ്യുന്ന ചോദ്യമാണ്.
സോ അതൊക്കെയാണ് പ്രധാനമായിട്ടും ഡിറ്റർമിനൻസിൽ നിന്ന് പിന്നെ വരുന്ന ഒരേ ഒരു എസ്സേ ടൈപ്പ് ക്വസ്റ്റ്യൻ. ഏത് എന്ന് ചോദിച്ചാൽ നിസ്സംശയം പറയാം, സോൾവ് ദ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് യൂസിങ് മെട്രിക്സ് മെത്തേഡ്. മെട്രിക്സ് മെത്തേഡ് എന്ന് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും മെട്രിക്സിലെ ക്വസ്റ്റൻ ആണെന്ന്. അല്ല, ഡിറ്റർമിനൻസിലെ ക്വസ്റ്റൻ ആണ്. എക്സ് ഇസ് ഈക്വൽ ടു എ ഇൻവേഴ്സ് ബി എന്ന ഇക്വേഷൻ ഉപയോഗിച്ച് സിസ്റ്റം ഓഫ് ഇക്വേഷൻ സോൾവ് ചെയ്യുക. ആ ഒരൊറ്റ ചോദ്യത്തിന് തന്നെ 5 മാർക്ക് വരെ പോവാം. ഓക്കെ, അത് ആ ഒരു ചോദ്യത്തിന്റെ ഹെവിനെസ് അനുസരിച്ചിരിക്കും. വളരെ പെട്ടെന്നുള്ള ഇൻവേഴ്സ് കാൽക്കുലേഷൻ, അതായത് മെട്രിക്സിനകത്ത് 0 കൂടുതലുണ്ടെങ്കിൽ ഇൻവേഴ്സ് പെട്ടെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അങ്ങനെയുള്ള ചോദ്യമാണെങ്കിൽ അവർ മാർക്ക് 5 മാർക്കിൽ നിന്നൊക്കെ ഒന്ന് കുറച്ച് 4 ആക്കാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, എളുപ്പം ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻ ആണെങ്കിൽ. ഓക്കെ, ഇനി ഒരു 6 മാർക്ക് 7 മാർക്ക് 8 മാർക്കൊക്കെ നമുക്ക് പ്രതീക്ഷിക്കാൻ ഡിറ്റർമിനൻസ് ചെയ്യുന്നു. ഡിറ്റർമിനൻസ് 6 ഞാൻ ഉറപ്പിച്ച് പറയുന്നില്ല, ഒരു പ്ലസ് ഓർ മൈനസ് വേരിയേഷൻ അവിടെ സംഭവിക്കാം. ദെൻ കമ്മിങ് ടു കാൽക്കുലസ്. കാൽക്കുലസ് എന്ന് പറഞ്ഞാൽ 5 ചാപ്റ്ററുകൾ ചേരുന്നതാണ് കാൽക്കുലസ്. ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാം. +2 മാത്തമാറ്റിക്സിന്റെ ഹാർട്ട് എന്ന് വിശേഷിപ്പിക്കാം കാൽക്കുലസ്. ഹാർട്ട് ഇല്ലാതെ ഒരു മനുഷ്യന് ജീവിക്കാൻ പറ്റുമോടെ? ഇല്ല. അതേപോലെ തന്നെയാണ് ഈ കാൽക്കുലസ് പഠിക്കാതെ ഒരാൾക്കും A+ കിട്ടത്തില്ല. മുൻപ് ഫോക്കസ് ഏരിയ ഒക്കെ അനുസരിച്ച് തട്ടിക്കൂട്ടിയൊക്കെ ഒപ്പിക്കായിരുന്നു. ഇപ്പോൾ ഒരു രക്ഷയില്ല. ആസ് പെർ ദ വെയിറ്റേജ് കാൽക്കുലസ് പഠിക്കാത്തൊരു കുട്ടിക്ക് A+ സ്വപ്നം കാണാനേ പറ്റത്തില്ല. കാരണം എറൗണ്ട് ഒരു 34 മാർക്സ് അല്ലെങ്കിൽ 32 to 34 മാർക്സ് ഈ ഒരു വേരിയേഷനിലാണ് കാൽക്കുലസിൽ മാർക്ക് നിൽക്കുന്നത്. അപ്പോൾ കാൽക്കുലസ് പഠിക്കാണ്ട് പോയി കഴിഞ്ഞാൽ ഏകദേശം ഒരു 50% മാർക്ക് പോയെന്ന് വിചാരിച്ചാൽ മതി. 50 ബാക്കിയുള്ളിടത്തുനിന്ന് കിട്ടത്തുള്ളൂ. അപ്പോൾ A+ വേണോ അല്ലെങ്കിൽ ഒരു ഉയർന്ന സ്കോർ നിങ്ങൾക്ക് നേടണോ? ഉറപ്പായിട്ടും കാൽക്കുലസിനെ ഒഴിവാക്കിക്കൊണ്ട് പറ്റത്തില്ല. നോക്കിക്കോ, കാൽക്കുലസിലെ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്ന് തന്നെ നല്ല പടക്കനൊരു വെയിറ്റേജ് ആണ് വരുന്നത്. 9 മാർക്ക്, ഏകദേശം 9 മാർക്ക്. കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി, ഉറപ്പായിട്ടും കണ്ടിന്യൂറ്റിയിൽ നിന്ന് ചോദ്യം ഉണ്ടാവും. കണ്ടിന്യൂസ് ആണെന്ന് തെളിയിക്കാനുള്ള ഒരു ചോദ്യം ഉണ്ടാവും. ഡിസ്കസ് ദ കണ്ടിന്യൂറ്റി എന്ന് പറഞ്ഞ് ചോദിക്കാം. കണ്ടിന്യൂസ് ആണെങ്കിൽ K എന്നുള്ള ഒരു കോൺസ്റ്റന്റിന്റെ വാല്യൂ കണ്ടുപിടിക്കാൻ പറയാം. അവിടുന്ന് ഏത് ചോദ്യം വേണമെങ്കിലും പ്രതീക്ഷിക്കാം. അറൗണ്ട് 3 മാർക്ക് കണ്ടിന്യൂറ്റിയിൽ നിന്ന് മാത്രം നമുക്ക് പ്രതീക്ഷിക്കാം. പിന്നെ ഡിഫറൻഷ്യബിലിറ്റിയിൽ അങ്ങോട്ട് കിടക്കുവാണ്. ചെയിൻ റൂൾ 1 മാർക്കിന്റെ ഒരു ക്വസ്റ്റ്യൻ 100% ഉറപ്പിക്കാം. അതിനുശേഷം കിടക്കുന്നു ഇംപ്ലിസിറ്റ് ഡിഫറൻഷിയേഷൻ 2 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. പാരാമെട്രിക് ഡിഫറൻഷിയേഷൻ 3 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ലോഗരിതമിക് ഡിഫറൻഷിയേഷൻ 3 മാർക്കിന്റെ ചോദ്യം പ്രതീക്ഷിക്കാം. ഇവിടുന്ന് എല്ലാം ചോദ്യം ഉണ്ടാവും. എല്ലാം കൂടെ കൂട്ടിയാണ് 9 മാർക്ക് വരുന്നത്. സോ അതുകൊണ്ട് ഉറപ്പായിട്ടും മനസ്സിലാക്കി പഠിക്കുക. ടോപ്പിക്കുകൾ ഒഴിവാക്കാതെ പഠിക്കാൻ ശ്രമിക്കുക. എവിടെ നിന്നും? കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റിയിൽ നിന്നും. ഓക്കെ, അപ്പോൾ നല്ല വെയിറ്റേജ് ഉള്ള, നല്ല സ്കോറിംഗ് ആയിട്ടുള്ള, ഡിലീറ്റഡ് ടോപ്പിക്സ് തീരെ ഇല്ലാത്ത, അതായത് പണ്ട് പഠിക്കാനുണ്ടായിരുന്നതിൽ ഒരേ ഒരു ചെറിയ ടോപ്പിക്ക് MVTs മീൻ വാല്യൂ തിയറംസ് എന്നുള്ള ടോപ്പിക്ക് മാത്രമേ എടുത്ത് കളഞ്ഞിട്ടുള്ളൂ. ബാക്കി പൂർണ്ണമായിട്ടും പഠിക്കാനുള്ള വെയിറ്റേജ് കൂടിയ ചാപ്റ്റർ കണ്ടിന്യൂറ്റി ആൻഡ് ഡിഫറൻഷ്യബിലിറ്റി. ദെൻ കമ്മിങ് ടു ദി ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ് എന്ന് പറഞ്ഞാൽ തൊട്ട് കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിച്ച ഡെറിവേറ്റീവ്സിന്റെ ഉപയോഗം എവിടെയൊക്കെയാണ് എന്ന് മനസ്സിലാക്കി തരുന്ന സാധനം. അത് മുൻപ് 9 മാർക്കിന് തന്നെയായിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ ഇപ്പോൾ 1-2 ടോപ്പിക്സ് എടുത്ത് കളഞ്ഞതിന്റെ ഭാഗമായി വെയിറ്റേജ് കുറഞ്ഞ് ഏകദേശം ഒരു 6 to 8 എന്ന് വേണമെങ്കിൽ പറയാം. അതിന്റെ ആവറേജ് ഞാൻ 7 എന്ന് എഴുതിയിരിക്കുന്നതേ ഉള്ളൂ. ഒരു 7 മാർക്കിന് ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാവുന്ന ചാപ്റ്ററാണ് ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്. പ്രധാനമായും റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റിയിൽ നിന്ന് ചോദ്യം പ്രതീക്ഷിക്കാം. ആൻഡ് ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷൻ 100% ഇൻക്രീസ് ആവുന്നതോ ഡിക്രീസ് ആവുന്നതോ ആയ ഇന്റർവെല്ല് കണ്ടുപിടിക്കാനുള്ള ചോദ്യമാണ് 100% പരീക്ഷയ്ക്ക് ചോദിക്കുന്നത്. അത് 100% എഴുതി വെക്കാവുന്ന ഒരു ചോദ്യം തന്നെയാണ്. പിന്നെ മാക്സിമ മിനിമ, ഉറപ്പായിട്ടും ഒരു എസ്സേ ടൈപ്പ് ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാവുന്ന ടോപ്പിക്കാണ്. മാക്സിമ മിനിമ കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിച്ചുകൊണ്ട് പോകണം. പ്രത്യേകിച്ച് റൈറ്റ് സർക്കുലർ കോണിന്റെ ഒക്കെ ക്വസ്റ്റ്യൻ, അങ്ങനെ ഒരു 4-5 ക്വസ്റ്റ്യൻ പഠിച്ചാൽ ഒരു എസ്സേ ടൈപ്പ് ചോദ്യത്തിന് സാധ്യതയുള്ളതും, അതേപോലെ തന്നെ അല്ലാതെ ഇൻക്രീസിങ് ആൻഡ് ഡിക്രീസിങ് ഫംഗ്ഷനിൽ നിന്ന് റേറ്റ് ഓഫ് ചേഞ്ച് ഓഫ് ക്വാണ്ടിറ്റീസ് നിന്ന് ചെറിയ ക്വസ്റ്റ്യൻസ് കിട്ടുന്നതുമായ ചാപ്റ്റർ അറൗണ്ട് ഒരു 7 മാർക്കിന് നമുക്ക് പ്രതീക്ഷിക്കാം ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സിൽ നിന്നും. ഇനി ഭീകരൻ, അടുത്തവൻ ഇന്റഗ്രൽസ്. ഇതിന്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം, ഒരിക്കലും ഈ 2 ചാപ്റ്റേഴ്സ് പഠിക്കാതെ നമുക്ക് ഇന്റഗ്രൽസിലോട്ട് കയറാൻ പറ്റത്തില്ല. ഡെറിവേറ്റീവ് അറിയാത്ത ഒരാൾക്ക് എങ്ങനെയാണോ ഡെറിവേറ്റീവിന്റെ റിവേഴ്സ് പ്രോസസ് അറിയാൻ പറ്റുക? ഓക്കെ, അപ്പം കണ്ടിന്യൂറ്റി ഡിഫറൻഷ്യബിലിറ്റിയും ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സും കറക്റ്റായിട്ട് പഠിച്ചതിന് ശേഷം ഇന്റഗ്രൽസിലോട്ട് വരിക. ഇന്റഗ്രൽസ്, ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസ്, ഡിഫറൻഷ്യൽ ഇക്വേഷൻ, ഇത് ഈ ഓർഡറിൽ തന്നെ പഠിക്കണം. ഈ പറയുന്ന 5 ചാപ്റ്റേഴ്സ് 1 to 5 എന്ന ഓർഡറിൽ തന്നെ പഠിക്കണം. കാൽക്കുലസ് ഒരിക്കലും കാൽക്കുലസിലെ ഇടയ്ക്കൊന്നൊരു ചാപ്റ്റർ എടുത്ത് വെച്ച് പഠിക്കാൻ പോകരുത്.
ഈ ഓർഡറിൽ തന്നെ പഠിച്ചാലേ നിങ്ങൾക്ക് കാര്യങ്ങൾ കത്തി പോവുള്ളൂ. ഓക്കെ, ബാക്കിയുള്ള ചാപ്റ്റേഴ്സ് ഇടയ്ക്കൊന്നും എടുത്ത് വെച്ച് പഠിക്കാം, പ്രശ്നമില്ല. പക്ഷേ ഇത് കറക്റ്റ് ഓർഡറിൽ പോകണം. ശ്രദ്ധിച്ചിരിക്കണേ. ഇൻ്റഗ്രൽസ് എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് കിടക്കുകയാണ്. ചോദ്യങ്ങൾ ചോദിക്കാനുള്ളൊരു വിശാലമായ സാധ്യത നിരന്ന് കിടക്കുന്ന സ്ഥലമാണ്. 9 മാർക്കിന്റെ ചോദ്യം ഉറപ്പായിട്ടും ഇൻ്റഗ്രേഷൻ ബൈ സബ്സ്റ്റിറ്റ്യൂഷൻ ഒരു ചോദ്യം ഉണ്ടാവാം. ഇൻ്റഗ്രേഷൻ ബൈ പാർഷ്യൽ ഫ്രാക്ഷൻ 100% ചോദ്യം ഉണ്ടാവാം. ഇൻ്റഗ്രേഷൻ ബൈ പാർട്സ് ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ സം സ്പെഷ്യൽ സ്റ്റാൻഡേർഡ് റിസൾട്ടിൽ നിന്നുള്ള ചോദ്യം പ്രതീക്ഷിക്കാം. ഡെഫിനിറ്റ് ഇന്റഗ്രലിൽ നിന്ന് 3 മാർക്കിന്റെ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. അതിന്റെ പ്രോപ്പർട്ടിയുമായി ബന്ധപ്പെട്ട ചോദ്യം പ്രതീക്ഷിക്കാം. അങ്ങനെ ഒരു 5 ക്വസ്റ്റ്യൻസോളം ചേർന്നാണ് 2 മാർക്ക് വീതം കിട്ടി 9 മാർക്കിലേക്ക് എത്തുന്നത്. മേ ബി ഒരു 10 മാർക്ക് വരെ ചോദിക്കാൻ സാധ്യതയുള്ള ചാപ്റ്റർ തന്നെയാണ് ഇന്റഗ്രൽസ്. ഓക്കെ, അപ്പോൾ അത് കറക്റ്റായിട്ട് പഠിക്കാതെ രക്ഷയില്ല. എങ്കിൽ മാത്രമേ നിങ്ങൾ പ്രതീക്ഷിക്കുന്ന ഒരു ഉയർന്ന സ്കോറിലേക്ക് നിങ്ങൾക്ക് എത്താൻ പറ്റുള്ളൂ. ആൻഡ് ഒന്ന് റിലാക്സ് ചെയ്യാൻ വേണ്ടി ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രേഷൻ കാൽക്കുലസിൽ 4 മാർക്കിനാണ് ആപ്ലിക്കേഷൻ ഓഫ് ഇന്റഗ്രൽസിൽ നിന്ന് ചോദ്യം വരുന്നത്. ആ 4 മാർക്കിന്റെ ഒരൊറ്റ ക്വസ്റ്റ്യൻ ആയിരിക്കും മിക്കവാറും സാധ്യത. ഒന്നില്ലെങ്കിൽ കാൽക്കുലേഷൻ ഓഫ് ഏരിയ ഓഫ് എലിപ്സ് ആയിരിക്കാം, അല്ലെങ്കിൽ ഏരിയ ഓഫ് സർക്കിൾ ആയിരിക്കാം. മോഡലിന് എലിപ്സ് ചോദിച്ചതുകൊണ്ട് മേ ബി പബ്ലിക്കിന് സർക്കിൾ ആയിരിക്കാം. നമുക്ക് ഉറപ്പിച്ച് പറയാൻ പറ്റില്ല, എല്ലാം പഠിച്ചുകൊണ്ട് വേണം പോകാൻ. അല്ലെങ്കിൽ നമുക്ക് ഒരു x=a മുതൽ x=b വരെ ഒരു പരാബോളയെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഏരിയ കണ്ടുപിടിക്കാനുള്ള ചോദ്യമായിരിക്കാം. അത് നമുക്ക് ഏത് രീതിയിലുള്ള ചോദ്യം വേണമെങ്കിലും പ്രതീക്ഷിക്കാം. പക്ഷെ വളരെ വിരളമായ 3-4 ചോദ്യങ്ങൾ മാത്രമേ അവിടെ പഠിക്കാനുള്ളൂ. അത് പഠിച്ചു കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള മാർക്ക് നമുക്കിങ്ങ് ഈസി ആയിട്ട് പോരും. അത് മനസ്സിലാക്കുക. പിന്നെ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ഉറപ്പാക്കാവുന്ന അല്ലെങ്കിൽ ഉറപ്പായിട്ടും ചോദിക്കുന്ന ഒരു ചോദ്യം 4 മാർക്കിന്റെ ചോദ്യമേ ഉള്ളൂ. അത് 1 മാർക്ക് ക്വസ്റ്റ്യൻ ഒരു ഓർഡർ ആൻഡ് ഡിഗ്രി ആണ്. പിന്നെ പറയുന്ന 3 മാർക്ക് പ്രധാനമായും 2 ടോപ്പിക്കിൽ നിന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഒന്നില്ലെങ്കിൽ അത് വേരിയബിൾ സെപ്പറബിൾ എന്നാവാം. ഓക്കെ, വേരിയബിൾസിനെ സെപ്പറേറ്റ് ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്ത് സോൾവ് ചെയ്യുന്ന ചോദ്യമായിരിക്കാം. അല്ലെങ്കിൽ ഒന്നും കൂടെ മുൻതൂക്കം അല്ലെങ്കിൽ ഏറ്റവും പ്രാധാന്യം നൽകേണ്ടത് ഇന്റഗ്രേറ്റിംഗ് ഫാക്ടർ കണ്ടുപിടിച്ച് y into integrating factor is equal to integral of x into integrating factor dx എന്ന് പറയുന്ന സൊല്യൂഷൻ. അതാണ് ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ. ഒരുപക്ഷെ ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ ആയിരിക്കാം ഒരു മുൻതൂക്കം, അല്ലെങ്കിൽ ഡിഫറൻഷ്യൽ ഇക്വേഷനിലെ ഏറ്റവും പ്രോമിനന്റ് ആയിട്ട് നിൽക്കുന്ന, ഏറ്റവും ചോദ്യങ്ങൾ ചോദിച്ചിട്ടുള്ള, ഏറ്റവും സാധ്യതയുള്ള, ഏറ്റവും ഉറപ്പിക്കാവുന്ന ഒരു ചോദ്യം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഓർഡിനറി ലീനിയർ ഡിഫറൻഷ്യൽ ഇക്വേഷൻ dy/dx + py = q എന്ന് പറയുന്ന ഡിഫറൻഷ്യൽ ഇക്വേഷൻ നമുക്ക് പ്രതീക്ഷിക്കാം. അത് അടിപൊളിയായിട്ട് നോക്കിക്കോണം. പിന്നെ ഹോമോജീനിയസ് സാധ്യത കുറവാണ്, എങ്കിലും പഠിക്കാതെ പോകരുത്. ചോദിച്ചു കഴിഞ്ഞാൽ 3 മാർക്കിനുള്ള വകുപ്പ് അതിനകത്തുണ്ട്. പിന്നെ പറയുന്ന ഒരു സ്കോറിംഗ്, ഏറ്റവും സ്കോറിംഗ് എന്ന് വിശേഷിപ്പിക്കുന്ന സെക്ഷൻ വെക്ടർ ആൾജിബ്ര. ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി പറയാൻ സാധിക്കുന്ന 7 മാർക്കാണ്. വെയിറ്റേജ് കൂടുതലുണ്ട് എങ്കിൽ പോലും ക്വസ്റ്റ്യൻസ് മുൻകൂട്ടി പറയാൻ സാധിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഈ പറയുന്ന വെക്ടർ ആൾജിബ്ര. ഉറപ്പായിട്ടും ആംഗിൾ ബിറ്റ്വീൻ 2 വെക്ടേഴ്സ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് പ്രൊജക്ഷൻ ഓഫ് 1 വെക്ടർ ഓൺ അനദർ വെക്ടർ ഉറപ്പിക്കാവുന്ന ചോദ്യമാണ്. പിന്നെ ഏരിയ ഓഫ് ട്രയാങ്കിൾ, ഏരിയ ഓഫ് പാരലോഗ്രാം, ഷോ ദാറ്റ് ദ ഗിവൺ വെക്ടേഴ്സ് ആർ പെർപെൻഡിക്കുലർ ടു ഈച്ച് അതർ, ഫൈൻഡ് എ വെക്ടർ പെർപെൻഡിക്കുലർ ടു ബോത്ത് ഗിവൺ വെക്ടേഴ്സ് എന്നൊക്കെ പറയുന്ന ചോദ്യങ്ങൾ സ്ഥിരം റിപ്പീറ്റഡ്. അതിനപ്പുറത്തേക്ക് ഒരു ചോദ്യമില്ല. ഉറപ്പായിട്ടും 7 മാർക്ക് ഈസി ആയിട്ട് മേടിച്ചെടുക്കാൻ പറ്റുന്ന ചാപ്റ്റർ വെക്ടർ ആൾജിബ്ര. ആൻഡ് കമ്മിങ് ടു 3D ഭീമാകാരനായ ഒരു ചാപ്റ്റർ ആയിരുന്നു. ഏകദേശം 8-9 മാർക്ക് പണ്ട് ചോദിച്ചുകൊണ്ടിരുന്ന ചാപ്റ്റർ ഇപ്പൊ അവന്റെ എല്ലാ ടോപ്പിക്സും പ്ലെയിൻ ഉൾപ്പെടെ എടുത്ത് കാട്ടിക്കളഞ്ഞതുകൊണ്ട് നമുക്ക് ഇനിയിപ്പോൾ 4 മാർക്കിന് പഠിച്ചാൽ മതി. ആ ചോദ്യം ഏതാണെന്ന് നമുക്ക് എഴുതി വെക്കാവുന്ന ചോദ്യമാണ്. LMN അല്ലെ, LMN ആരൊക്കെയാണ്? കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമ, ഡയറക്ഷൻ കൊസൈൻസുമായിട്ട് ബന്ധപ്പെട്ട ഒരു ചോദ്യം പ്രതീക്ഷിക്കാം. പിന്നെ വെക്ടർ ഫോമിൽ നിന്ന് കാർട്ടീഷ്യൻ ഫോം, അല്ലെങ്കിൽ കാർട്ടീഷ്യൻ ഫോം തന്നിട്ട് വെക്ടർ ഫോം ഉറപ്പായിട്ടും പ്രതീക്ഷിക്കാം. പിന്നെ ആംഗിൾ ബിറ്റ്വീൻ 2 ലൈൻസ് ഇൻ സ്പേസ്, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് 100% എഴുതി വെക്കാവുന്ന എസ്എ ടൈപ്പ് ക്വസ്റ്റ്യൻ, അല്ലെങ്കിൽ 3 മാർക്ക് 4 മാർക്കിന്റെ ഒറ്റയടിക്ക് കിട്ടുന്ന ചോദ്യം. ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ് ബിറ്റ്വീൻ 2 സ്ക്യൂ ലൈൻസ്, 2 സ്ക്യൂ ലൈൻസിനിടയിലുള്ള ഷോർട്ടസ്റ്റ് ഡിസ്റ്റൻസ്. മോഡുലസ് ഓഫ് a2 - a1.b1 cross b2 by modulus of b1 cross b2 എന്ന് പറയുന്ന ഇക്വേഷൻ. അത് വെച്ച് ഒരു ചോദ്യം 100% ഉറപ്പാണ്. അപ്പൊ ഈസി ആയിട്ട് 4 മാർക്കിങ് മേടിക്കാവുന്ന ചോദ്യം ഉറപ്പായിട്ടും എവിടെ ഉണ്ട്? 3Dക്കകത്തുണ്ട്. ഈസി ആയിട്ട് പഠിക്കാവുന്ന ചാപ്റ്റർ. പിന്നെ LPP ഒരേ ഒരു രാജാവ്, ഒരേ ഒരു ക്വസ്റ്റ്യൻ, 6 മാർക്ക് ഒറ്റയടിക്ക് കൈ നിൽക്കും. മാക്സിമൈസ് അല്ലെങ്കിൽ മിനിമൈസ് എ ഗിവൺ ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ ആൻഡ് വിത്ത് ഗിവൺ കൺസ്ട്രെയിൻസ്. ഒരു ഒബ്ജക്റ്റീവ് ഫംഗ്ഷൻ, ആ ഒബ്ജക്റ്റീവ് ഫംഗ്ഷന്റെ കൺസ്ട്രെയിൻസ്, അതിന്റെ ടാബുലാർ കോളം വരച്ച് പോയിന്റ്സ് കണ്ടുപിടിച്ച് ഗ്രാഫ് വരച്ച് ഗ്രാഫ് പ്ലോട്ട് ചെയ്ത് ഫീസിബിൾ റീജിയൻ മാർക്ക് ചെയ്ത്
ഫൈനൽ സൊല്യൂഷൻ റീജിയൻ ഷെയ്ഡ് ചെയ്ത് കോർണർ പോയിന്റ്സ് മാർക്ക് ചെയ്ത് ആ കോർണർ പോയിന്റ്സ് ഇവാലുവേറ്റ് ചെയ്ത് ഒബ്ജക്റ്റീവ് ഫംഗ്ഷനിൽ കോർണർ പോയിന്റ്സ് കൊടുത്ത് മാക്സിമം ആണോ മിനിമം ആണോ എന്ന് മനസ്സിലാക്കി ഏത് പോയിന്റിലാണ് മാക്സിമം അല്ലെങ്കിൽ ഏത് പോയിന്റിലാണ് മിനിമം എന്ന് മനസ്സിലാക്കി എഴുതി വെച്ച് കഴിഞ്ഞാൽ കിട്ടും ഈസി ആയിട്ട് 6 മാർക്ക്. ഉറപ്പിക്കാവുന്ന ചോദ്യം, 100% എല്ലാവരും 6 മാർക്ക് ഉറപ്പിക്കേണ്ടതായ ചാപ്റ്റർ LPP അഥവാ ലീനിയർ പ്രോഗ്രാമിംഗ് പ്രോബ്ലം. ആൻഡ് കമ്മിങ് ടു പ്രോബബിലിറ്റി, നമുക്ക് ഉറപ്പിക്കാവുന്ന, അതായത് 1-2 ടോപ്പിക്സ് എടുത്ത് കളഞ്ഞതുകൊണ്ട് നമുക്ക് ഉറപ്പിച്ച മാർക്ക് മേടിക്കാവുന്ന കുറച്ച് സാധനങ്ങൾ അവിടെ ഉണ്ട്. ഉറപ്പായിട്ടും ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി ചോദ്യം 2 മാർക്കോ 3 മാർക്കോ നമുക്ക് പ്രതീക്ഷിക്കാം. പ്രോബബിലിറ്റി ഓഫ് A given B, പ്രോബബിലിറ്റി ഓഫ് B given A എന്ന് പറയുന്ന ടൈപ്പ് ചോദ്യം. കണ്ടീഷണൽ പ്രോബബിലിറ്റിയിൽ തന്നെ വേർഡ് പ്രോബ്ലംസും ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ബേസ് തിയറത്തിൽ നിന്ന് ഒരു ചോദ്യം നമുക്ക് പ്രതീക്ഷിക്കാം. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ഉണ്ടായിരുന്നു. ബേസ് തിയറത്തിന് മുൻതൂക്കം കൊടുത്ത് പഠിക്കുക, ഉറപ്പായിട്ടും നമുക്കൊരു പ്രോബ്ലം പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇത്രയുമൊക്കെയാണ് 7 മാർക്കിന്. അവിടെയും മാർക്ക് ഉണ്ട്. അപ്പോൾ 7 മാർക്കിന് വരുന്നത് പ്രോബബിലിറ്റി, വെക്റ്റർ ഓൾജിബ്ര, ആപ്ലിക്കേഷൻ ഓഫ് ഡെറിവേറ്റീവ്സ്, റിലേഷൻസ് ആൻഡ് ഫങ്ഷൻസ്. അത്രയും പഠിച്ചാൽ 7 മാർക്ക് എന്ന് പറഞ്ഞാൽ നല്ലൊരു വെയിറ്റേജാണ്. ഓക്കെ, പിന്നെ കാൽക്കുലസ് മൊത്തത്തിൽ നോക്കിക്കോ, ഏകദേശം ഒരു 32 തൊട്ട് 34 അല്ലെങ്കിൽ 35 വരെ മാർക്ക് വെയിറ്റേജ്, അതായത് ഒരു ഹൃദയഭാഗം എന്ന് വിശേഷിപ്പിക്കാവുന്ന കാൽക്കുലസ്. അതെല്ലാം നല്ല രീതിയിൽ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് A+നുള്ള വകുപ്പുണ്ട്. ഇനിയും വൈകിട്ടില്ല, ഇനിയും പഠിക്കുക നല്ലപോലെ. അവസാന നിമിഷം വരെ പരമാവധി ചോദ്യങ്ങൾ ചെയ്ത് മാക്സിമം സ്കോർ മേടിക്കാൻ ശ്രമിക്കുക എല്ലാവരും. അപ്പോൾ ഒരു ഓവറോൾ ഐഡിയ ഞാൻ പകർന്നു തന്നിട്ടുണ്ട്, എവിടെ നിന്നൊക്കെ എങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ പ്രതീക്ഷിക്കാം എന്നുള്ളത്. അത് കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഉയർന്ന സ്കോർ നേടാൻ സാധിക്കും. അല്ലാതെ ഡെയിലി ബേസിസിൽ ഒരു ദിവസം തന്നെ 3-4 വീഡിയോസ് വെച്ച് ഏറ്റവും പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ചോദ്യങ്ങളുടെ കളക്ഷൻ നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാനുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചാനലിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. മാക്സിമം സപ്പോർട്ട് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ, ബൈ ബൈ, സീ യു.